ആദ്യം ഞങ്ങൾ 11 സീറ്റോടുകൂടെ രംഗപ്രവേശനം നടത്തി. അത് 45 സീറ്റാക്കി മാറ്റി. അത് ഞങ്ങൾ 102 സീറ്റ് ലഭിച്ചു. അത് ഞങ്ങളെ വിളിവല്ല, ഞങ്ങളെ കഴിവല്ല. ഈ രാജ്യത്തെ ജനങ്ങളോട് ഞങ്ങൾ വിളിച്ചു പറഞ്ഞ രാഷ്ട്രീയം ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ സ്വീകരിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ അടയാളമാണ്, തെളിവാണ്. 102 മെമ്പർമാരെ സൃഷ്ടിച്ചെടുത്തു എന്നത്. അപ്പോഴാണ് സാമ്പ്രദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക്, കോൺഗ്രസുകാരുടെ, മുസ്ലിം ലീഗുകാരുടെ ഒരു കാര്യം മനസ്സിലായത്. ഞങ്ങൾ പണ്ട് പറഞ്ഞ ശ്മശാനത്തിലെ വീസാങ്കല്ലുകളായി ഇവർ മാറ്റപ്പെടില്ല. ഇവർ ഞങ്ങളുടെ ഇടങ്ങളിലേക്ക് ഒരുപക്ഷെ കയറി വന്നേക്കും. അതുകൊണ്ട് SDP അവസാനിപ്പിക്കണമെന്ന ഒരു തീരുമാനമുണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ഇവർ സഹോദരൻ ചോദിച്ചതുപോലെ നിങ്ങൾ മഹല്ല് കമ്മിറ്റികളിൽ നിന്ന്, മദ്രസ കമ്മിറ്റികളിൽ നിന്ന്, അനുശോചന യോഗങ്ങളിൽ നിന്ന്, നാട്ടിലെ കൂട്ടായ്മകളിൽ നിന്ന് SDP മാറ്റി നിർത്തുമ്പോൾ അയ്യൂരിലെ ജനാധിപത്യ സമൂഹത്തോട് ഒരു വസ്തുയത്തായി ഞങ്ങൾ പറഞ്ഞു വെക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചോദിക്കണം എന്തിന്റെ പേരിലാണ് SDP മാറ്റി നിർത്തുന്നത്. ഇപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പ്രാവശ്യം പല മേഖലകളിലും പഞ്ചായത്തുകളിലേക്ക്, അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലേക്ക് ഭരണസമിതി തെരഞ്ഞെടുക്കപ്പെടുമ്പോ, അതിന്റെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുമ്പോ, അതിന്റെ വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുമ്പോ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ നിലപാട് RSSനെയും BJPയിലും മാറ്റി നിർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് ചില ഇടങ്ങളിൽ നിർണായക ശക്തിയായി SDP വന്നപ്പോ ഒന്നുകിൽ UDFനും LDFനും ഒരേപോലെ സീറ്റ് വരുമ്പോ അവിടെ ഒരു അല്ലെങ്കിൽ BJPക്ക് മുൻതൂക്കം വരുമ്പോ അവിടെ ജനങ്ങളുടെ 2-3 മെമ്പർമാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് BJPയെ മാറ്റി നിർത്താൻ വേണ്ടി സാധിക്കും. അവിടെ ഞങ്ങൾ നിരുപാധികൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ സഹായിക്കാം, സഹകരിക്കാം, BJPയെ മാറ്റി നിർത്തണം. കാരണം നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെയുള്ള ഇവരൊക്കെ പറയുന്നത് ഞങ്ങളൊക്കെ BJPക്കെതിരാണ്, ഞങ്ങളൊക്കെ RSSനെതിരാണ്. ഇന്ത്യയുടെ ഭരണം RSSന്റെ നിയന്ത്രണത്തിലുള്ള BJPയിൽ നിന്ന് തിരിച്ചു പിടിക്കണം. അത് രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരണം. എന്തിനു വേണ്ടിയാ? BJP അകറ്റി നിർത്താൻ. ഞങ്ങൾ ചോദിക്കുന്നത് കേന്ദ്രത്തിൽ നിന്ന് മാത്രമാണോ BJP അകറ്റി നിർത്തേണ്ടത്? അത് തുടക്കം കുറിക്കേണ്ടത് നമ്മുടെ പ്രാദേശിക തലം തൊട്ടുകൊണ്ട് തുടക്കം കുറിക്കണ്ടേ? പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകളിൽ എവിടെയൊക്കെയാണോ അവർക്ക് മാറ്റി നിർത്താൻ കഴിയുന്നത് അവിടെ നിന്നൊക്കെ മാറ്റി നിർത്തണ്ടേ? ആ മാറ്റണമെന്ന നിലപാടിന്റെ ഭാഗമായി കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇടതിലും വലതിലുമൊക്കെ സപ്പോർട്ട് ചെയ്തു. അന്ന് ഇടതുപക്ഷക്കാരൻ പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളുടെ പിന്തുണ വേണ്ടെന്ന്. ഞങ്ങൾ അന്ന് കണ്ണൂരിൽ 13 മെമ്പർമാർക്ക് കണ്ണൂർ ജില്ലയിൽ നിന്ന് വിജയിച്ചു വന്നവർക്ക് സ്വീകരണം കൊടുക്കുമ്പോ കണ്ണൂരിലെ പൊതുയോഗത്തിൽ വെച്ച് ഞങ്ങൾ ചോദിച്ചു, ഈ ഞങ്ങളെ മാറ്റി നിർത്തിയിട്ട് എങ്ങോട്ടേക്കാണ് നിങ്ങൾ ഈ ഭരണം കൊടുക്കാൻ പോകുന്നത്? BJPയുടെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ഇവർ 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഭരണസമിതികളെ തെരഞ്ഞെടുക്കാൻ തുടങ്ങി. ചില ഇടങ്ങളിൽ BJP അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട്. അവിടങ്ങളിൽ ഞങ്ങൾ ആർക്കാണോ മുൻതൂക്കമുള്ളത്, അത് ഇടതുപക്ഷമാവട്ടെ വലതുപക്ഷമാവട്ടെ, ഞങ്ങൾ സഹകരിക്കാമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ പ്രാദേശികമായി അവിടെയുള്ള UDFന്റെ നേതൃത്വങ്ങളുമായി പ്രാദേശികമായി ചർച്ച നടത്തി. പിന്തുണ കൊടുക്കാമെന്ന് പറയുമ്പോ കോൺഗ്രസിന്റെ നേതാവ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയാ SDP-യുടെ വോട്ട് വ്യക്തി ആരെങ്കിലും വിജയിച്ചാൽ അപ്പൊ തന്നെ രാജിവെക്കണമെന്നാണ് പറയുന്നത്. SDP-യെ മാറ്റി നിർത്തണം. BJP വന്നാലും കുഴപ്പമില്ല, RSS വന്നാലും കുഴപ്പമില്ല. എന്ത് സന്ദേശമാണ് കോൺഗ്രസും UDFും ഇതിലൂടെ ഈ രാജ്യത്ത് നൽകിക്കൊണ്ടിരിക്കുന്നത്? SDP വർഗീയ പാർട്ടിയാണ്. ആദ്യം പറഞ്ഞത് തീവ്രവാദികളാണ്, ഭീകരവാദികളാണെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാം വേദികളിലും ചോദിച്ചു, CPM-നോട് ചോദിച്ചു, കോൺഗ്രസിനോട് ചോദിച്ചു, ലീഗിനോട് ചോദിച്ചു, എന്താണ് തീവ്രവാദമെന്ന് പറഞ്ഞാൽ, എന്താണ് ഭീകരവാദമെന്ന് പറഞ്ഞാൽ, ഭീകരവാദത്തിന്റെ അർത്ഥം നിങ്ങളൊന്ന് വിശദീകരിക്കണം.
ഇന്ന് വരെയും അതിനുള്ളൊരു മറുപടി എവിടെ വെച്ചും ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകൾ തന്നിട്ടില്ല. ഇപ്പൊ അത് കുറച്ച് മാറ്റിവെച്ചവര് വർഗീയ ശക്തികൾ എന്നാണ് പറയുന്നത്.